ശ്രീ നിസാം സെയ്ദ്, കെ മുരളീധരന് അതൃപ്തിയില്ല എന്ന് അങ്ങേക്ക് ഉറപ്പിച്ച് പറയാമോ? അദ്ദേഹം ഒരു പേര് മാത്രമേ മുന്നോട്ട് വെച്ചുള്ളൂ, ആ പേര് പരിഗണിച്ചില്ല എന്നുള്ളത് ഒരു അതൃപ്തിക്ക് കാരണമാണ് എന്നുള്ള കാര്യം അറിയുന്നു. അതുകൂടാതെ തൃശ്ശൂരിൽ തന്റെ തോൽവിക്ക് കാരണക്കാരായ ആളുകളെ തന്നെ വീണ്ടും സംഘടനയിൽ പ്രധാന ഭാരവാഹിത്വം നൽകുന്നു എന്നുള്ളതും അദ്ദേഹത്തിന് വിഷമമാണെന്നറിയുന്നു. ഈ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം അതിലുള്ള അതൃപ്തി കൃത്യമായി അറിയിച്ചു എന്നുള്ളതാണ് വാർത്ത. അങ്ങ് അത് നിഷേധിക്കുന്നുണ്ടോ? ഇനി അടുത്ത കാര്യം, ഈ 100 സീറ്റ് എന്നുള്ളത് ഉറപ്പാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് ആത്മവിശ്വാസത്തോടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ പുനഃസംഘടനയ്ക്ക് ശേഷം KC കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നു എന്നത് പുറത്തേക്ക് വന്നതിന് ശേഷം ആ ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ടോ? സ്മൃതി, കേരളത്തിലെ കോൺഗ്രസിൽ ഒരു പുനഃസംഘടന നടക്കുന്നു. ആ പുനഃസംഘടനയിൽ സ്വാഭാവികമായും അസ്വസ്ഥരായ കുറേയേറെ ആളുകളുണ്ടാകും. വളരെ ദീർഘമായ ഒരു ചർച്ചകളിലൂടെ നടന്ന ഒരു പ്രതീതിയായിരുന്നു, ഒരു പുനഃസംഘടനയായിരുന്നു, ഒരു പ്രോസസ്സായിരുന്നു നടന്നുപോയത്. സ്വാഭാവികമായും കുറേ ആളുകളെങ്കിലും അതിൽ അസംതൃപ്തി ഉണ്ടാകും. എല്ലാവരെയും പൂർണ്ണമായും സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു പുനഃസംഘടന സാധ്യമല്ല. കുറേ ആളുകൾക്ക് സംതൃപ്തി ഉണ്ടാകും, എല്ലാവരുടെയും പൂർണ്ണമായും സംതൃപ്തി ഉണ്ടാവില്ല. ശ്രീ കെ മുരളീധരന് ചിലപ്പോൾ അസംതൃപ്തി ഉണ്ടായേക്കാം, ഉണ്ടാവില്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ അദ്ദേഹം ഇന്ന് പ്രകടിപ്പിച്ചു എന്ന് പറയുന്ന കാര്യങ്ങൾ ഒരു ദിവസം കാത്തു നിന്നാൽ അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞതിന് ശേഷം ആ വാർത്തകൾ ഇടുക എന്നുള്ളത് ഒരു മാധ്യമധർമ്മമായിരുന്നു. കെ കരുണാകരൻ്റെ കാലം മുതൽ കെ മുരളീധരനും മലയാള മാസം 1-ാം തീയതി അവർ രാവിലെ ഗുരുവായൂർ അമ്പലത്തിൽ ദർശനത്തിനായി പോകുന്നുള്ളത് കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പരിപാടി ഉപേക്ഷിച്ച്, വിശ്വാസ സംഗമം ഉപേക്ഷിച്ച് കെ മുരളീധരൻ ഗുരുവായൂരേക്ക് പോയി എന്നൊരു വാർത്തയ്ക്ക് ഒരു ദിവസത്തെ ആയുസ് പോലും ഇല്ല എന്ന് അറിഞ്ഞുകൊണ്ട് ആ വാർത്ത കൊടുക്കുന്നത് വളരെ മോശപ്പെട്ട കാര്യമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. അതെല്ലാം വാർത്തയല്ലേ? വൈകുന്നേരം അദ്ദേഹം തിരിച്ചു പന്തളത്തേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ ആ വാർത്ത നഷ്ടപ്പെടില്ലേ? വാർത്ത ഇല്ലാതായില്ലേ? വാർത്തയ്ക്ക് പ്രസക്തി ഇല്ലാതായില്ലേ? ഒരു ദിവസം കാത്തിരുന്നെങ്കിൽ സത്യാവസ്ഥ തിരിച്ചറിയാമായിരുന്ന ഒരു വാർത്തയായിരുന്നു അത്. ആ വാർത്ത സൃഷ്ടിക്കുകയും ആ വാർത്ത ശൂന്യതയിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്നുള്ളതുകൊണ്ടാണ് VD സതീശൻ അതിനോട് പ്രതികരിക്കാഞ്ഞത്. അതുപോലെ തന്നെ ഈ വാർത്ത ഇന്ന് വൈകുന്നേരം മറ്റൊരു വാർത്ത കേട്ടു, നേതാക്കൾ വിളിച്ചിരുന്നു എന്നുള്ളതും താനിത പുറപ്പെടുകയാണ് എന്നുള്ള കാര്യം അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട് പ്രതികരണത്തിൽ. ഉണ്ട്, സ്വാഭാവികമായും നേതാക്കൾ വിളിച്ചിരുന്നു, അദ്ദേഹം എത്താൻ താമസിക്കും, വാർത്ത ഉണ്ടാകുന്നു എന്ന് കേൾക്കുമ്പോൾ അദ്ദേഹത്തെ വിളിക്കും, പ്രതികരിക്കും, അദ്ദേഹം പുറപ്പെടുന്നു. പക്ഷേ ഇതിനെയൊക്കെ അദ്ദേഹം പരസ്യമായി റിബൽ ചെയ്യാൻ പോകുന്നു, അദ്ദേഹം ഒരു കാലത്ത് അദ്ദേഹം ഇത് ബോയ്ക്കോട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്തകളൊക്കെ അസ്ഥാനത്തും അത് വളരെ ഫാബ്രിക്കേറ്റ് ചെയ്യപ്പെട്ടതുമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഈ ലാൽകുമാറിൻ്റെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അത് കൃത്യമായ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അവരുടെ ഭരണത്തിൻ്റെ നേട്ടങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ നേട്ടങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ആത്മവിശ്വാസക്കുറവ് CPM-ന് വളരെ പ്രകടമാണ്. അപ്പോൾ CPM എന്താണ് ചെയ്യുന്നത്? നോക്കൂ, കോൺഗ്രസിനുള്ളിൽ UDF-നുള്ളിൽ വലിയ ആന്തരിക പ്രശ്നങ്ങളാണ്. നിങ്ങൾ കോൺഗ്രസിനെ ഭരണമേൽപ്പിച്ചാൽ കോൺഗ്രസിൽ വലിയ തർക്കങ്ങളുണ്ടാകും, കോൺഗ്രസിൽ തമ്മിൽ തല്ലുണ്ടാകും. അതുകൊണ്ട് ഞങ്ങൾക്ക് അധികാരം വീണ്ടും തുടരണം എന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ, എന്നൊരു നരേറ്റീവ് സൃഷ്ടിക്കാനായി CPM വളരെ ബോധപൂർവമായി ശ്രമിക്കുന്നുണ്ട്. ചില മാധ്യമങ്ങളും ആ ബോധപൂർവമായ ശ്രമങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്നുണ്ട്. അത്തരം ഒരു ടാക്ടിക്സിൻ്റെ ഭാഗമാണ് ഇന്ന്. ഇപ്പോൾ ലാൽകുമാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു. ആർക്കൊക്കെ എങ്ങനെയൊക്കെ ഒരു ഗ്രൂപ്പ് കേരളത്തിലെ കോൺഗ്രസിനെ പതിറ്റാണ്ടുകളായി വീക്ഷിക്കുന്ന ഒരാളെന്നുള്ളതിൽ എനിക്ക് വളരെ ഉറപ്പിച്ച് പറയാൻ പറ്റും, കേരളത്തിലെ കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര് ഏറ്റവും കുറഞ്ഞു നിൽക്കുന്ന കാലഘട്ടമാണിതെന്ന്. മുൻപ് AK ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും കെ കരുണാകരൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നപ്പോൾ അത് പ്രകടമായും 2 പാർട്ടികളായിരുന്നു. അത് തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും അഭിപ്രായ വ്യത്യാസങ്ങൾ പുലർത്തിയിരുന്ന, ടോപ്പ് ടു ബോട്ടം ഒരു സ്ട്രക്ചറുള്ള, ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു തീരുമാനമെടുത്താൽ അത് ഏറ്റവും താഴെ തട്ടിൽ നടപ്പിലാക്കാൻ, ബൂത്ത് തലത്തിൽ നടപ്പിലാക്കാൻ പറ്റുന്ന അണികളുള്ള ഒരു 2 സംവിധാനങ്ങളായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നും കേരളത്തിലെ കോൺഗ്രസിൽ നിലവിലില്ല. കേരളത്തിലെ കോൺഗ്രസിലെ താല്പര്യങ്ങളെക്കുറിച്ച്, പലരുടെയും അവസരങ്ങളെക്കുറിച്ചൊക്കെ വാർത്തകൾ വന്നാലും ആ വാർത്തകൾക്കൊന്നും അണികളുടെ ഇടയിൽ വലിയ സ്വീകാര്യതയില്ല. പക്ഷേ ഈ നേതാക്കന്മാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ അബിൻ വർക്കി ഒരു പ്രസ്താവന നടത്തി. അബിൻ വർക്കിയുടെ പ്രസ്താവന 99% കോൺഗ്രസിന് അനുകൂലമായിരുന്നു.
ആ 99% ഒരു വാക്ക് പാർട്ടിയെ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ഒരു വാചകം അദ്ദേഹം പറഞ്ഞു. പക്ഷെ അതാവും വാർത്തയാവുക എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബുദ്ധി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ അതിനുള്ള ഒരു ബുദ്ധി കാണിച്ചില്ല. അതുപോലെ തന്നെ ചാണ്ടിയുമ്മൻ്റെ കാര്യത്തിലാണെങ്കിലും ചാണ്ടിയുമ്മനും കേരളത്തിലെ കോൺഗ്രസിനെ നിസ്സഹായരാക്കുന്ന ഒരു പ്രസ്താവന നടത്തുന്നതിൽ നിന്നും വിട്ടുനിൽക്കണമായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഞാൻ കാര്യങ്ങൾ പറയാം എന്ന് പറയുന്ന ഒരു വാചകം, ബാക്കി എല്ലാം അദ്ദേഹം കൃത്യമാണ് പറഞ്ഞത്. അല്ല, ഈ പ്രതികരണം മാത്രമല്ലല്ലോ, വൈകാരികമായ പ്രതികരണം മാത്രമല്ലല്ലോ, അദ്ദേഹം പാർട്ടിയിലെ വിവിധ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ എക്സിറ്റ് ആയിരിക്കുന്നു. അങ്ങനെ ഒരു വാർത്ത ഇപ്പോൾ സ്മൃതി പറയുമ്പോൾ മാത്രമാണ് ഞാൻ കേട്ടത്. അതെന്താണ് അങ്ങ് അറിയാത്തത്? അതിനോട് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു. അത് പല ഗ്രൂപ്പുകളിൽ നിന്ന് അദ്ദേഹം എക്സിറ്റ് ആയി. അതിനുശേഷം ആ ചോദ്യത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഫോൺ പ്രശ്നമാണ്, ഏതൊക്കെ ഗ്രൂപ്പാണ് വിട്ടതെന്ന് ഓർക്കുന്നില്ല എന്ന്. ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുക? ഇതൊക്കെ ഈ ദിവസം ഉണ്ടായതാണെന്നേ, ഇന്നലെ ഉണ്ടായതാണ്. ഒരു ഗ്രൂപ്പിൽ നിന്നും അദ്ദേഹം പുറത്തല്ല. ഈ കോൺഗ്രസിലെ ഔദ്യോഗികമായ ഒരു ഗ്രൂപ്പിൽ നിന്നും അദ്ദേഹം പുറത്തു പോയതായിരിക്കും. കോൺഗ്രസ് സപ്പോർട്ട് ഗ്രൂപ്പിൽ 1-2 ഗ്രൂപ്പുകൾ അദ്ദേഹം ഞാനും ഉണ്ട്. ആ ഗ്രൂപ്പിലൊക്കെ അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം പിന്നെ എല്ലാ കോൺഗ്രസ് ഗ്രൂപ്പുകളിൽ നിന്നും പുറത്തു പോയി എന്ന് പറയുന്നതിലൊന്നും യാഥാർത്ഥ്യമുണ്ട് എന്നൊന്നുമില്ല. പക്ഷെ അദ്ദേഹം പാർട്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് എക്സിറ്റ് ആയതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി, ധാരാളം ഗ്രൂപ്പ് അല്ലേ, ഇത്രയും ഗ്രൂപ്പ് വേണോ എന്ന് പറഞ്ഞ് അദ്ദേഹം ചിരിക്കുകയാണ്. എന്താ അതിന്റെ അർത്ഥം? അത് പാർട്ടി ഔദ്യോഗിക ഗ്രൂപ്പുകളിൽ നിന്നാണ് എന്ന് ആരെങ്കിലും പറഞ്ഞ ഔദ്യോഗികമായി സുഹൃത്തുക്കളുടെ ഗ്രൂപ്പുകളെ കുറിച്ചൊരു ചോദ്യം ഉണ്ടാവില്ലല്ലോ ശ്രീ നിസാം സെയ്ദ്. എന്താ ഈ പറയുന്നത്? പാർട്ടിയിലെ വിവിധ ഗ്രൂപ്പുകൾ തന്നെയല്ലേ അത്. ഇതൊക്കെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പുകളെ ബാധിക്കുന്നത്? തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ ഇതൊക്കെ ആത്മവിശ്വാസം പകരുമോ എന്നുള്ള സ്മൃതിയുടെ ചോദ്യത്തിനുള്ള മറുപടി അടുത്ത് നടക്കാൻ കോൺഗ്രസിനെ വിലയിരുത്തുന്നതല്ല. തെരഞ്ഞെടുപ്പിന് 6 മാസം മാത്രം ബാക്കി നിൽക്കെ കഴിഞ്ഞ വർഷത്തെ ഔട്ട്റീച്ച് അധ്യക്ഷ സ്ഥാനം പോയതിനെ കുറിച്ച് വാചാലനായി സംസാരിക്കുക, അബിൻ വർക്കിയുടെ ഭാഗത്തു നിന്ന് സംസാരിക്കുന്നതൊക്കെ ശരി തന്നെ. പക്ഷേ ആത്യന്തികമായി തിരഞ്ഞെടുപ്പാണ് വരുന്നത് എന്നുള്ളതുകൊണ്ടാണല്ലോ രമേശ് ചെന്നിത്തല മിണ്ടാതെ പോയത്. രമേശ് ചെന്നിത്തല ഔചിത്യം കാണിക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞാൽ അബദ്ധമാണ്, ഇപ്പോൾ മിണ്ടിക്കൂടാ എന്നുള്ള ഉത്തരവാദിത്വം രമേശ് ചെന്നിത്തല അവിടെ കാണിക്കുന്നുണ്ട്. ഞാൻ സ്മൃതി പറഞ്ഞതിനോട് പൂർണ്ണമായും അംഗീകരിക്കുന്നു. അവർ കുറച്ചുകൂടി ഔചിത്യം കാണിക്കേണ്ടതായിരുന്നു. അവരും പ്രതികരിക്കുമ്പോൾ തന്നെ എല്ലാ വാക്കുകളും തങ്ങൾ പ്രതികരിക്കുന്നതിലെ ഏറ്റവും നെഗറ്റീവുമായി ഏതെങ്കിലും ഒരു അംശമുള്ള വാക്ക് മാത്രമേ വാർത്തയാവുകയുള്ളൂ എന്ന ബോധ്യത്തോടു കൂടി വേണം സംസാരിക്കാൻ. കഴിയുന്നത്ര പ്രതികരണം ഒഴിവാക്കുന്ന ഒരു കാര്യം. പിന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ സാധ്യതകളിലേക്ക് വന്നാൽ പറഞ്ഞോളൂ. ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിനെ നിർണ്ണയിക്കാൻ പോകുന്നത് കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങളോ കോൺഗ്രസിനെ വിലയിരുത്തലോ അല്ല. ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പിനെ നിർണ്ണയിക്കാൻ പോകുന്നത് പിണറായി വിജയൻ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായി നടത്തുന്ന ഭരണത്തോട് കേരളത്തിലെ ജനങ്ങൾക്കുള്ള വികാരമാണ്. ആ അടിസ്ഥാനത്തിൽ ഇതൊരു തെരഞ്ഞെടുപ്പല്ല, ഇതൊരു റഫറണ്ടമാണ്. ആ റഫറണ്ടത്തിൻ്റെ ഫലം എന്താണെന്നുള്ള കാര്യത്തിനെക്കുറിച്ച് കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി നടന്ന തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ ജനങ്ങൾക്ക് ഏറെക്കുറെ നല്ല ബോധ്യമുണ്ട്. എനിക്കറിയാൻ കഴിഞ്ഞത് ഉടനടി പുറത്തു വരാൻ പോകുന്ന ദേശീയ മാധ്യമത്തിൻ്റെ സർവേയിലും UDF വലിയ വിജയമാണ് പ്രവചിക്കുന്നത് എന്നുള്ളതാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.